എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 നവംബർ 21 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പൊതുവെ PSC പരീക്ഷകളിലെ SCRT മേഖലയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടു ഏറ്റവും പുതിയ SCRT പ്രകാരമുള്ള ടെക്സ്റ്റ് പുറത്തിറക്കാമെന്ന്. അങ്ങനെ ടാലന്റ് അറിവിടം എന്ന് പറയുന്ന പേരിൽ സോഷ്യലിനും അതുപോലെ തന്നെ സയൻസിനുമായിട്ട് 2 പുസ്തകങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതിൽ സോഷ്യലിന് തന്നെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഉണ്ട്, അതുപോലെ സയൻസിനും പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. ഇതിൽ ചാപ്റ്റർ വൈസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ടീച്ചർ ടെക്സ്റ്റിലെ ഫാക്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് മാത്രമല്ല ലേണിംഗ് റൂം ഫാക്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങൾ വരുന്നത് പാർട്ട് 2-ലും, ദെൻ 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങൾ വരുന്നത് പാർട്ട് 1-ലുമാണ്. സോ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. സോ ആവശ്യമുള്ളവർ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ വഴിയോ, ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelgala.com വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വർഷം അവസാനം പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ബെബ്കോ LDC എന്ന് പറയുന്നത്. കഴിഞ്ഞ ഓണത്തിന്റെ ബോണസ് ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്കും അത് വാങ്ങിച്ചെടുക്കാന്നുള്ളതേ ഉള്ളൂ. സോ ഈ ഒരു എക്സാമിന് വേണ്ടി നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക്, ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുകയോ ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനം, അതായത് ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രി. ശരിക്കും പറഞ്ഞാൽ പുതിയ മുഖ്യമന്ത്രി എന്ന് തന്നെ പറയണമെന്നില്ല, ഓൾറെഡി അദ്ദേഹം തന്നെയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. സോ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പേര് നിതീഷ് കുമാർ. അപ്പോൾ നിതീഷ് കുമാറാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകുന്നത് ഇത് 10ാം തവണയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ഗവർണറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീഹാറിന്റെ നിലവിലെ ഗവർണർ ആരാണ്? അത് നമ്മുടെ മുൻ കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ്. സോ അതുകൂടെ നോട്ട് ചെയ്യുക. ബീഹാറിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നിതീഷ് കുമാറാണ്, ദെൻ ഗവർണർ എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ സാമ്രാട്ട് ചൗധരിയും വിജയ് കുമാർ സിൻഹയും എന്ത് ചെയ്തിട്ടുണ്ട്, ഉപമുഖ്യമന്ത്രിമാരായിട്ട് കൂടി സ്ഥാനം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 പേര് കൂടി ഇതിനൊപ്പം ഒന്ന് ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്, ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്, ദെൻ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്, ആരിഫ് മുഹമ്മദ് ഖാനാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം 2026 ഫിഫ വേൾഡ് കപ്പിന് ഇനി അധിക സമയമില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് കോൺകക്കാഫ് മേഖലയിൽ നിന്ന് ഒരു രാജ്യം, അതായത് കുറാസോ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്തിരിക്കുന്നു, യോഗ്യത നേടിയിരിക്കുകയാണ്. അപ്പോൾ 2026 പുരുഷ ഫിഫ ലോകകപ്പ് കളിക്കാനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, കുറാസോ എന്ന് പറയുന്ന എന്താണ് കോൺകക്കാഫ് മേഖലയിൽ നിന്നുള്ള രാജ്യം യോഗ്യത നേടിയിരിക്കുകയാണ്. സോ വെറുതെ യോഗ്യത നേടുകയല്ല, അവർ റെക്കോർഡും കൂടിയാണ് നേടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അപ്ഡേഷൻ ആണ്. അതായത് ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്, ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണ്? കുറാസോയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ ആരുടെ ആ ഒരു റെക്കോർഡാണ് തകർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐസ്ലൻഡിന്റെ റെക്കോർഡാണ്. ആരുടെയാണ്? ഐസ്ലൻഡ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഈ പറയുന്ന ഐസ്ലൻഡ് 2018 റഷ്യൻ ഫിഫ റഷ്യയിൽ വെച്ച് നടന്ന ഫിഫ ലോകകപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, യോഗ്യത നേടിയിട്ടുണ്ടായിരുന്നു. സോ അവരുടെ പേരിലായിരുന്നു റെക്കോർഡ് എന്ന് പറയുന്നത്. അതിപ്പോ ആര് ബ്രേക്ക് ചെയ്തിരിക്കുന്നു, കുറാസോ എന്ന് പറയുന്ന രാജ്യം ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ്. അതായത് 2026 നടക്കുന്ന അണ്ടർ-19 പുരുഷ ലോകകപ്പ്. അപ്പോൾ അതിന്റെ വേദി ആദ്യമേ തന്നെ ഓർത്തു വയ്ക്കുക. അത് സിംബാബ്വെ അതുപോലെ തന്നെ നമീബിയ. ഇവിടെയൊക്കെയാണ് സിംബാബ്വെ, നമീബിയ എന്നീ രാജ്യങ്ങളിൽ വെച്ചാണ് 2026 അണ്ടർ-19 പുരുഷ ലോകകപ്പ് നടക്കുന്നത്. then ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യമായിട്ട് ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യം, ഇതാണ് ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യം ആദ്യമായിട്ട് ICCയുടെ ഒരു ലോകകപ്പിൽ എന്ത് ചെയ്യുന്നു, പങ്കെടുക്കുന്നു. ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക. ഇപ്പോൾ 2026 അണ്ടർ-19 പുരുഷ ലോകകപ്പ് വേദി സിംബാബ്വെ, നമീബിയ എന്നിവിടങ്ങളിലാണ്. ആദ്യമായിട്ട് ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യം ഈ ഒരു ലോകകപ്പിൽ പങ്കെടുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. സോ ഇനി ഏറ്റവും നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റിലേക്ക് വരാം. അതായത് ഇതിന്റെ ഷെഡ്യൂൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, മത്സരങ്ങളുടെ ഷെഡ്യൂൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലാണ്? അപ്പോൾ 2026 അണ്ടർ-19 പുരുഷ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ വേഴ്സസ് USA. അപ്പോൾ ഇന്ത്യയും USA തമ്മിലാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ആ ഒരു ടൂർണമെന്റ് കഴിയട്ടെ. ആ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളൊക്കെ നിങ്ങളെ അറിയിക്കും കേട്ടോ.
ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 2025 അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ സ്വിറ്റ്സർലൻഡ് ടെന്നീസ് ഇതിഹാസം. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ടെന്നീസ് താരമായിട്ടുള്ള ഒരു വ്യക്തി ആരെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, റോജർ ഫെഡറർ. അപ്പോൾ റോജർ ഫെഡറർ എന്ത് ചെയ്തിരിക്കുകയാണ്, 2025 അന്താരാഷ്ട്ര ടെന്നീസിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഇടം നേടിയിരിക്കുകയാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 20 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, റോജർ ഫെഡറർ. അത് മാത്രമല്ല, ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വിറ്റ്സർലൻഡിന്റെ നാണയത്തിൽ എന്താണ് മുഖം ആലേഖനം ചെയ്യപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആര് തന്നെയാണ്, റോജർ ഫെഡറർ തന്നെയാണ്. അത് മാത്രമല്ല, ലൊറൈസ് സ്പോർട്സ് അവാർഡിൽ മികച്ച എന്താണ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് 5 തവണ നേടിയ വ്യക്തി കൂടിയാണ് ഈ പറയുന്ന റോജർ ഫെഡറർ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ്. അതായത് എന്താ കഥ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അപ്പൊ എന്താണ് പുസ്തകം? എന്താ കഥ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? കൽപ്പറ്റ നാരായണൻ. അപ്പോൾ കൽപ്പറ്റ നാരായണൻ രചിച്ച പുസ്തകമാണ് എന്താ കഥ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഈ പുസ്തകത്തെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് കൽപ്പറ്റ നാരായണന്റെ ആദ്യത്തെ ബാലസാഹിത്യ കൃതിയാണ് ഈ പറയുന്ന എന്താ കഥ. അപ്പൊ എന്താണ് പറഞ്ഞത്? കൽപ്പറ്റ നാരായണന്റെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി ഏതാണ്? എന്താ കഥയാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ്. അതായത് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം 2025 എന്ത് ചെയ്തു, സമ്മാനിച്ചു. അപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ശരിക്കും 2024 അവാർഡാണ്. അപ്പൊ ഈ ഇന്ദിരാഗാന്ധി പുരസ്കാരം എന്ത് ചെയ്തിരിക്കുകയാണ്, സമ്മാനിച്ചിരിക്കുകയാണ്. അത് ആർക്കാണെന്ന് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തല്ലേ, മിഷേൽ ബാച്ച്ലെറ്റിനാണ്. ആർക്കാണ്? മിഷേൽ ബാച്ച്ലെറ്റിനാണ് പുരസ്കാരം കൊടുത്തത്. അപ്പോൾ 2025 സമ്മാനിച്ചു എന്നേ ഉള്ളൂ, 2024 പുരസ്കാരമാണ്. അപ്പോൾ 2024 ഇന്ദിരാഗാന്ധി പുരസ്കാരം ആർക്ക് സമ്മാനിച്ചു? മിഷേൽ ബാച്ച്ലെറ്റിന് സമ്മാനിച്ചു. അപ്പൊ ഈ മിഷേൽ ബാച്ച്ലെറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UN വുമണിന്റെ ആദ്യ ഡയറക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന മിഷേൽ ബാച്ച്ലെറ്റ് ആണ്. അതുപോലെ തന്നെ ചിലിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? മിഷേൽ ബാച്ച്ലെറ്റ് ആണ്. സോ ആ കാര്യം കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2026 ഗ്ലോബൽ ബിഗ് ക്യാറ്റ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? അപ്പോൾ 2026 എന്ത് ചെയ്യാൻ പോവുകയാണ്? ബിഗ് ക്യാറ്റ് സബ്മിറ്റ് അഥവാ ഗ്ലോബൽ ബിഗ് ക്യാറ്റ് സബ്മിറ്റ് നടക്കാൻ പോവുകയാണ്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹി. നമുക്കറിയാം 2023 നമ്മുടെ പ്രോജക്ട് ടൈഗറിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നരേന്ദ്രമോദി മാർജാര വംശത്തിലെ ജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് പ്രഖ്യാപിക്കുന്നത്. അത് 2025 എന്ത് ചെയ്തു? ഒഫീഷ്യലായിട്ട് നിലവിൽ വരികയാണ്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. സോ ഇവിടെ 2026 ആദ്യമായിട്ട് ഗ്ലോബൽ ബിഗ് ക്യാറ്റ് സബ്മിറ്റ് അഥവാ ഗ്ലോബൽ ബിഗ് ക്യാറ്റ് ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. അതിന്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആ ഉച്ചകോടി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കാംബ്രിഡ്ജ് ഡിക്ഷണറി 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ഏത് വാക്കിനെയാണ്? അപ്പോൾ 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് കാംബ്രിഡ്ജ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത വാക്ക് ഏതെന്നാണ്? അത് പാരാസോഷ്യൽ. എന്താണ്? പാരാസോഷ്യൽ ആണ് വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് കാംബ്രിഡ്ജ് ഡിക്ഷണറി 2025 എന്ത് ചെയ്തത്, തിരഞ്ഞെടുത്തത്. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി എന്താണ് ഈ പാരാസോഷ്യലിന്റെ മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പരസ്പരം അറിയാത്ത ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അയാളോട് വൈകാരികമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു എന്താണ് അതിനെയാണ് നമ്മൾ ഈ പാരാസോഷ്യൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രശസ്തരായ ആൾക്കാരോടുകൂടി, അതിപ്പോൾ യേശുദാസ് ആവാം, മമ്മൂട്ടി ആവാം, മോഹൻലാൽ ആവാം, അങ്ങനെയുള്ള ഏത് പ്രശസ്തൻ വേണമെങ്കിലും ആവാം, അദ്ദേഹത്തോട് നമുക്ക് എന്താണ് ഒരു വൈകാരികമായ ബന്ധമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാരാസോഷ്യൽ. അങ്ങനെയുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് പാരാസോഷ്യൽ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഒരു പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ട ഏറ്റവും വില കൂടിയ ആധുനിക പെയിന്റിംഗ് ഏതാണ്? അപ്പോൾ ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ട ഏറ്റവും വില കൂടിയ ആധുനിക പെയിന്റിംഗ് ഏതാണ് എന്നാണ്. അതിന്റെ പേര് പോർട്രേറ്റ് ഓഫ് എലിസബത്ത് ലെഡറർ. എന്താണ്? പോർട്രേറ്റ് ഓഫ് എലിസബത്ത് ലെഡറർ എന്നാണ് ഈ ഒരു പെയിന്റിങ്ങിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ട ഏറ്റവും വില കൂടിയ ആധുനിക പെയിന്റിംഗ്, മോഡേൺ പെയിന്റിംഗ് എന്നാണ് പറഞ്ഞത്. ഇനി അല്ലാതെ പെയിന്റിംഗ് നോക്കുവാണെങ്കിൽ ഇത് 2ാം സ്ഥാനത്താണെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും വില കൂടിയ ആധുനിക പെയിന്റിംഗ് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഈ പെയിന്റിംഗ് ആണ്. ഇനി അല്ലാതെ ആണെങ്കിൽ എന്താണ്, 2ാമതാണ് ഈ ഒരു പെയിന്റിങ്ങിന്റെ സ്ഥാനം. അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ ഈ ഒരു പെയിന്റിംഗ് വരച്ചത് ആരാണെന്ന് കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അത് ഗുസ്താവ് ക്ലിംറ്റ് ആണ് കേട്ടോ, ഗുസ്താവ് ക്ലിംറ്റ്. അപ്പോൾ ഗുസ്താവ് ക്ലിംറ്റ് എന്ന് പറയുന്ന ഓസ്ട്രിയൻ ചിത്രകാരനാണ് ഈ പറയുന്ന പോർട്രേറ്റ് ഓഫ് എലിസബത്ത് ലെഡറർ എന്ന് പറയുന്ന ചിത്രം വരച്ചത്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് കമ്പനി ബോർഡ് LGS
റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആമസോണിലേക്ക് വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന റാങ്ക് ഫെയിൽ ടാലന്റിന്റെ കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ ആണ്. ദെൻ മുൻവർഷ ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും പുതിയ SCRT ഫാക്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com ഒക്കെ തന്നെ ഈ ബുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വരുന്ന വർഷം ഏറ്റവും അവസാനത്തോടു കൂടി ബെബ്കോ LD അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ നോട്ടിഫിക്കേഷനുകളൊക്കെ വരാനുണ്ട്. ദെൻ 2027 LDC വരാനുണ്ട്. സോ അതിനൊക്കെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ടാലന്റ് ഏറ്റവും പുതിയ LDC റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പുതിയ SCRT ഫാക്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് പറഞ്ഞു. അത് നിതീഷ് കുമാർ ആണ്. അദ്ദേഹം 10ാം തവണയാണ് മുഖ്യമന്ത്രിയാവുന്നത്. ദെൻ അതിനുശേഷം പറഞ്ഞു ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണെന്ന് പറഞ്ഞു. അത് കുറാസോയാണ്. കുറാസോ എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ഇവര് തകർത്തത് ഐസ്ലാൻഡിന്റെ റെക്കോർഡാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. then അതിനുശേഷം പറഞ്ഞു 2026 അണ്ടർ 19 പുരുഷ ഏകദിന ലോകകപ്പ്. അപ്പോൾ അതിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യയും USA ആണെന്നുള്ള കാര്യം ഓർക്കുക. വേദി സിംബാബ്വെ നമീബിയ ആണ്. then ആദ്യമായിട്ട് ടാൻസാനിയ ഒരു ICC ഈവന്റിൽ എന്ത് ചെയ്യുന്നു പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. then 2025 അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ സ്വിറ്റ്സർലൻഡ് ടെന്നീസ് ഇതിഹാസം ആരെന്നാണ്. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ്, റോജർ ഫെഡറർ ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. then അതിനുശേഷം എന്താ കഥ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റി പറഞ്ഞു. കൽപ്പറ്റ നാരായണനാണ് ആ പുസ്തകം രചിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബാലസാഹിത്യ കൃതിയാണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. then 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം സമ്മാനിച്ചു. അപ്പോൾ 25 സമ്മാനിച്ചു, പക്ഷേ പുരസ്കാരം ഏത് വർഷത്തെയാണ്? 2024 പുരസ്കാരമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. പുരസ്കാരം കിട്ടിയത് മിഷേൽ ബാഷ്ലറ്റിനാണ്. ചിലിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ്. then അതുപോലെ തന്നെ UN വുമണിന്റെ ആദ്യ ഡയറക്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത് 2026 ഗ്ലോബൽ ബിഗ് ക്യാറ്റ് ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. അതിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ദെൻ കേംബ്രിഡ്ജ് ഡിക്ഷണറി 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് പാരാ സോഷ്യൽ എന്ന് പറയുന്ന വാക്കിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ കേംബ്രിഡ്ജ് ഡിക്ഷണറി 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ഏത് വാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരാ സോഷ്യൽ എന്ന് പറയുന്ന വാക്കാണ്. അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് വളരെ പ്രശസ്തരായ വ്യക്തികളെ കാണുന്ന സമയത്ത് നമുക്ക് അദ്ദേഹവുമായിട്ടൊരു വൈകാരിക ബന്ധമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാവുന്നു. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാരാസോഷ്യൽ എന്ന് പറയുന്നത്. അതിനുശേഷം പറഞ്ഞത് ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ട ഏറ്റവും വില കൂടിയ ആധുനിക പെയിന്റിംഗ് ഏതെന്നാണ്. അത് പോർട്രേറ്റ് ഓഫ് എലിസബത്ത് ലെഡറർ എന്ന് പറയുന്ന പെയിന്റിംഗ് ആണ്. സോ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ GI ടാഗ് ലഭിച്ച അംബാജി മാർബിൾ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണ്? അപ്പോൾ ഒഡീഷ, മഹാരാഷ്ട്ര, അസം, ഗുജറാത്ത്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ 100 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഫ്രാൻസുമായിട്ട് ഒപ്പുവെച്ച രാജ്യം ഏതാണ്? അപ്പോൾ റഷ്യ, ഉക്രൈൻ, ജർമ്മനി, USA. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഇന്ത്യ ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യയാണ് മെഡൽ ടേബിൾ ഒന്നാമതെത്തിയത്. ദെൻ അതുപോലെ വേദി എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ധാക്കയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ചോദ്യം, ഹരിത ബസ്സുകൾ മാത്രം ഓടിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി മാറുന്നത് ഏത് എന്നാണ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ പൂനെയാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും. 2025 നവംബർ 21 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.